ചില ദിവസങ്ങളിൽ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു ഭാരം തോന്നാറില്ലേ? ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ, ഒന്നും ചെയ്യാൻ നമുക്ക് തോന്നില്ല, ചുറ്റും ഇരുട്ട് മാത്രം തോന്നുന്ന ആ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണെങ്കിൽ അവർക്കുള്ള വീഡിയോ ആണ് ഇത്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മനസ്സ് തളർന്നിരിക്കുമ്പോൾ മനസ്സിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇങ്ങനെ തളർന്നിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവ് ആക്കാൻ ചില വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തളർച്ച എന്നുള്ളത് സ്വാഭാവികമാണ്. അതെല്ലാവർക്കും വരുന്ന കാര്യമാണ് തളർച്ച. നമ്മൾ മനുഷ്യരാണ്, അല്ലാതെ റോബോട്ടുകളല്ല. നമ്മൾക്ക് സങ്കടം വരും, അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരും, അതുമല്ല മറ്റുള്ളവരിൽ നിന്നുള്ള പെരുമാറ്റം മോശമായാൽ അപ്പോഴും നമുക്ക് തളർച്ച വരും. ഇങ്ങനെയെല്ലാം കൊണ്ട് നമുക്ക് തളർച്ച വരും. അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തളരാതെ മുന്നോട്ട് പോകണം. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, അങ്ങനെ പോകാൻ നമുക്ക് മനസ്സിൽ പോസിറ്റീവായ ഒരു ചിന്ത വേണം. അപ്പൊ മെയിനായിട്ട് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇരുണ്ട രാത്രിക്ക് ശേഷം മാത്രമാണ് ഒരു മനോഹരമായ പുലരി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അത് ഓർക്കുക. നമ്മുടെ ഈ ജീവിതത്തിലെ ഈ തളർച്ച വരുമ്പോൾ നമ്മൾ മെയിനായി ഓർക്കേണ്ട കാര്യമാണ് ഇത്. അപ്പൊ നമ്മൾ തളരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ നമ്മുടെ അതൊരു തുടക്കമാണ്. ഈ തളർച്ച എന്ന് പറഞ്ഞത് ഇരുണ്ട അധ്യായം പറഞ്ഞ ഒരു തുടക്കം മാത്രമാണ്. അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ആദ്യം നമ്മൾ ചിന്തകളെ മാറ്റണം. നമ്മൾക്ക് കഴിയില്ല, നമ്മൾക്ക് പറ്റില്ല, അങ്ങനെ നെഗറ്റീവ് ചിന്തകളെ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരും. ആ ചിന്തകളെയാണ് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത്. നമ്മൾ കഴിയില്ല എന്ന് വിചാരിച്ച അവിടെ നിന്ന് കഴിയും, നമ്മൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും, അങ്ങനെയുള്ള പോസിറ്റീവായ ചിന്തകൾ നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. നെഗറ്റീവ് ചിന്തകൾ നമ്മൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ചിന്തകളെ മാറ്റിയെടുക്കാൻ പറ്റണം. പോസിറ്റീവായ ചിന്തകൾ, കഴിയില്ല എന്ന് പറയുന്ന അവിടെ കഴിയും, എന്നെ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റും, അങ്ങനെയുള്ള പോസിറ്റീവ് ചിന്തകളെ എപ്പോഴും മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ, പിന്നെ അതങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയി ഒന്ന് ചെയ്യുമ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക്കായി അത് ശരിയാവും. അപ്പം നമ്മൾ പരമാവധി എപ്പോഴും നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകളെ കൊണ്ടുവരാൻ പ്രത്യേകിച്ച് ശ്രമിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിക്ക ആൾക്കാരും ചെയ്യുന്നതാണ്, വലിയ കാര്യങ്ങളിൽ മാത്രം സന്തോഷിക്കുക, ചെറുതുകളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ സന്തോഷം കണ്ടെത്തണം. നമുക്ക് വലിയ വീട് കിട്ടിയാൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച 1,00,000 രൂപ ആഗ്രഹിച്ചു, അത് കിട്ടിയാൽ മാത്രമല്ല സന്തോഷമുള്ളത്. ഓരോ ചെറിയ കാര്യത്തിനും നമുക്ക് സന്തോഷിക്കണം. ഒരു ചെറിയൊരു പൂ കിട്ടിയാൽ പോലും സന്തോഷിക്കണം. ചിലപ്പോൾ നമ്മൾ 1,00,000 രൂപ ആഗ്രഹിച്ചിട്ടുണ്ടാകും, പക്ഷെ അവിടെ നമ്മൾക്കൊരു 5,000 അല്ലെങ്കിൽ 1,000 രൂപയായിരിക്കും കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ മിക്ക ആൾക്കാരും എന്ത് ചെയ്യോ, അത് കിട്ടിയില്ല, ഇനി എന്ത് ചെയ്യും, അതാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിക്കാതെ നമ്മുടെ മനസ്സിനെ ആ ഒരു ചെറിയ ഒരു തുക കിട്ടിയാലും കൂടി നമ്മൾ സന്തോഷിക്കണം, സന്തോഷം കണ്ടെത്തണം. പെട്ടെന്നൊന്നും അത് നമുക്ക് മനസ്സിലോട്ട് അങ്ങനെ വരാൻ കഴിയില്ലെങ്കിൽ നമ്മൾ മനസ്സിനെ അങ്ങനെ സന്തോഷിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകണം. അതിലും നമ്മൾ ഓരോ ചെറിയ കാര്യത്തിലും സന്തോഷം കണ്ടെത്തി തന്നെ വേണം. ഇപ്പോൾ എക്സാമ്പിൾ പറയണം, മോനൊരു എക്സാം കഴിഞ്ഞു, ഒരു 20ൽ 10 മാർക്കാ കിട്ടുള്ളൂ. നമ്മൾ വന്നത് എന്താ ചെയ്യുക, എക്സാം പേപ്പർ നോക്കി 20ൽ 10 മാർക്കുള്ളൂ, ബാക്കി 10 മാർക്ക് എവിടെ പറഞ്ഞാൽ അവനെ ചീത്ത പറയുന്നില്ലേ? മിക്ക അമ്മമാരും അങ്ങനെ ചെയ്യാറ്. നീ എന്ത് നോക്കി പഠിച്ചതാണെന്നൊക്കെ പണ്ട് നമ്മൾ ചീത്ത പറയാറുണ്ട്. പക്ഷെ അത് ചെയ്യാതെ, അത് 1 മാർക്കാണെങ്കിൽ കൂടി, എന്റെ മോൻ അത്ര കിട്ടിയില്ലേ, അപ്പൊ ഇനി അടുത്ത എക്സാമിൽ നമുക്ക് ഇതിലും കൂടുതൽ വാങ്ങാം, അങ്ങനെ പറഞ്ഞ് സന്തോഷിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റാണ്. നമ്മളൊക്കെ മനസ്സിൽ സങ്കടം വന്നാൽ എന്താ ചെയ്യുക?
പെട്ടെന്ന് ഇപ്പോഴത്തെ ജനറേഷനാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവും. നമ്മ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് മറ്റുള്ളവരുടെ ജീവിതം കാണും, ആഡംബര ജീവിതം കണ്ട് അപ്പോഴും നമ്മ മനസ്സിലാകെ നമുക്ക് സങ്കടമായിരിക്കും, കൂടുതൽ തളർന്നാ പോവുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മ മനസ്സ് തളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മ ഫോൺ ഉപയോഗിക്കാതെ, സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാതെ പ്രകൃതിയിലോട്ട് നടന്നു ചെല്ലുക. ഉദ്ദേശിച്ചത് നമ്മ വെളിയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കുക. നമ്മ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരും അതിൽ എന്തെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെടുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കരമായി റിലാക്സ് ആവും, സങ്കടം നമുക്ക് നന്നായി കുറയും കേട്ടോ. അപ്പോൾ അല്ലാതെ ഫോണിൽ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സങ്കടം കൂടുകയല്ലാതെ കുറയില്ല ഒരിക്കലും. അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ. നമ്മ മനസ്സ് തളർന്നു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ജോലിയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല വീട്ടിൽ. അപ്പോൾ ഒരുപാട് ദേഷ്യം വരും. അപ്പോൾ അയ്യോ ഇതെല്ലാം ചെയ്യണ്ടേ അങ്ങനെ പറഞ്ഞ് ഭയങ്കരമായ ഒരു ദേഷ്യം, മനസ്സിനൊരു ടെൻഷനൊക്കെ വരും. അപ്പൊ അങ്ങനെ ചെയ്യാണ്ട് ചെറിയ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ നമുക്കൊരു വീട് ഫുള്ളായിട്ട് നമ്മ റൂമുകളൊക്കെ വൃത്തിയാക്കണമെങ്കിൽ അപ്പൊ നമ്മ ഒരു റൂം മാത്രം നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾക്ക് വേറെ എന്താണ് ഇൻട്രസ്റ്റ് നമുക്ക് ചെയ്യാൻ ജോലി, അപ്പൊ അത് മുഴുവനായി ചെയ്യാതെ അപ്പൊ കുറേശ്ശെ ചെയ്യാം. നാളത്തേക്ക് എടുത്തു വെക്കാൻ പറ്റും. എനിക്കിന്ന് വയ്യ, തളർന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഒന്നായി ചെയ്യേണ്ട ജോലി കുറച്ച് ചെറിയ അളവിൽ ചെയ്യുക. അതുപോലെ തന്നെ പുസ്തകം വായിക്കുക. ബുക്കുകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ലൊരു ആത്മവിശ്വാസം കിട്ടും, നല്ലൊരു ധൈര്യം, നല്ല പോസിറ്റീവ് ചിന്തകൾ വരാനൊക്കെ നല്ല ഒരു മരുന്നാണ് പുസ്തകം വായന. നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ? നമ്മൾ ചെളി കിടക്കുന്ന വിത്ത് കുത്തിയിടുമല്ലോ മുളപ്പിക്കാൻ. അപ്പൊ അത് നമ്മൾ 2 ദിവസം കഴിഞ്ഞ്, ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞാലാണ് മുള പൊട്ടുക. 3 ദിവസം കഴിഞ്ഞാൽ അത് മുള പൊട്ടി ചെടിയായി വരും. അപ്പൊ നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ടും ചിലപ്പോൾ ആ വിത്ത് കാണില്ല. അപ്പൊ നമ്മ എന്ത് വിചാരിക്കും? ആ ചെളിയിൽ അത് പോയിട്ടുണ്ടാവും, ആ വിത്ത് കേടുവന്നിട്ടുണ്ടാവും, ഇനി അത് വരില്ല എന്ന് വിചാരിച്ച് അത് തള്ളിക്കളയും. പക്ഷെ അത് പ്രതീക്ഷിക്കാതെ ആ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ആ ഒരു മുള പൊട്ടി അത് ചെടിയായി വരുമ്പോഴുള്ള ആ ഒരു സന്തോഷമില്ലേ, അതുപോലെയാണ് നമ്മുടെ ജീവിതവും. ഒരിക്കലും നമ്മൾ തളരുന്നത് ഒരിക്കലും തളർന്നു പോകാനല്ല, നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കാനുമല്ല, നമ്മൾ എഴുന്നേറ്റ് വരാനാണത്. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയും അതേപോലെ പോസിറ്റീവ് ചിന്തകൾ എന്ന് നമുക്ക് കൂടുതൽ വിജയത്തിലേക്ക് എത്താൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ എക്സാമ്പിൾ, ആ ചെടിയുടെ കാര്യം, വിത്തിന്റെ മുള പൊട്ടിയ അതേപോലെയാണ് നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെ ലൈഫ്. നല്ല തളർച്ചകളും സങ്കടങ്ങളും അതെല്ലാം ലൈഫിൽ വരും. പക്ഷെ അവിടെ നിന്ന് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. വിജയം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഈ 4 പോസിറ്റീവായ ചിന്തകളാണ്. ഓരോ പോയിന്റും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും വിജയം കൈവരിക്കാൻ പറ്റുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എപ്പോഴും ആരുടെ മുന്നിലും തോറ്റു കൊടുക്കരുത്, ജയിച്ച് കാണിച്ചു കൊടുക്കുക. ഉറപ്പായാലും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടും. പോസിറ്റീവ് ചിന്ത തന്നെ മനസ്സിൽ വരാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ നമ്മ ഡെയിലി കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ അത് ഓക്കെ ആവും. അപ്പൊ നമ്മളുടെ വിജയം നമ്മളുടെ കയ്യിലാണ്, അല്ലാതെ മറ്റുള്ളവരുടെ കയ്യിലല്ല. അപ്പൊ അത് നമ്മളായി കണ്ടെത്തി അത് തിരഞ്ഞെടുക്കണം. അപ്പോൾ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങൾക്ക് ചെറിയൊരു വെളിച്ചം തരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയമാണ്. പരമാവധി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ടാറ്റാ ബൈ.